Hi everyone, welcome to this complete SQL crash course for beginners. If you want to enter software development, data analytics, data science, even AI, then SQL is one of the most important skills you must learn. And in this video, I will help learn SQL basics in just 1 hour. So, നിങ്ങൾ SQL പഠിക്കാൻ ready ആണെങ്കിൽ open your SQL developer, stay till the end. നമുക്ക് ഒരുമിച്ച് SQL പഠിക്കാം. Hi everyone, welcome to this SQL crash course for beginners. So if you are someone who wants to enter a software field or data analytics or data science or even AI field, then SQL is the one of the most important skills you must learn. So in this video series, you will learn about the following basic SQL concepts. So by the end of this video, confident ആയി നിങ്ങൾക്കൊരു SQL query എഴുതാൻ സാധിക്കും. So first of all, what is a database? Simply we can say database is an organized collection of structured data. അതായത് ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് വേയിൽ ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസ് ആണ്. ഓർഗനൈസ്ഡ് ആയി ഒരു ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസ് ആണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്. ഓക്കെ, അതിൽ നമുക്കറിയാം ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെയിലി മില്യൺസ് ഓഫ് യൂസേഴ്സിനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമിന്റെ കേസ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്തൊക്കെ ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു യൂസറിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ യൂസറിന്റെ യൂസർ നെയിം, പാസ്വേഡ്, ഫോളോവേഴ്സ്, പോസ്റ്റ്, ലൈക്സ്, കമന്റ്സ് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം. അതുപോലെ മില്യൺസ് ഓഫ് യൂസേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിനുള്ളത്. സോ ഇത്രയും യൂസേഴ്സിന്റെ, ഈ മില്യൺസ് ഓഫ് യൂസേഴ്സിന്റെ ഈ ഡേറ്റ ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഡേറ്റ ഡെയിലി സ്റ്റോർ ചെയ്ത് വെക്കാം. സോ ഇത് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? അതുപോലെ തന്നെയാണ് ആമസോൺ എടുത്താലും. ഇപ്പോൾ ആമസോണിൽ ഒരു യൂസറിന്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, കസ്റ്റമർ ഓർഡേഴ്സ്, പേയ്മെന്റ്സ്, ഡെലിവറി ഇൻഫർമേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട്. സോ നൗ ഇമാജിൻ സ്റ്റോറിങ് ഓൾ ദിസ് ഇൻഫർമേഷൻ ഇൻ നോട്ട്ബുക്സ്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരു നോട്ട്ബുക്കിൽ നമുക്ക് ഇത് ഒരു യൂസറിന്റെ ആണെങ്കിൽ നമുക്കൊരു നോട്ട്ബുക്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. ബട്ട് മില്യൺസ് ഓഫ് യൂസേഴ്സിന്റെ എങ്ങനെയായിരിക്കും ഒരു നോട്ട്ബുക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഇമ്പോസിബിൾ ആണ്. സോ എപ്പോഴാണോ വെനെവർ വി നീഡ്സ് ടു സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് എപ്പോഴാണോ സ്റ്റോർ ചെയ്യേണ്ടത്, സോ ദെൻ വി യൂസ് ഡേറ്റാബേസ്. സോ ഇപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ കൂടെ കൺസിഡർ ചെയ്യാം. ഇമാജിൻ എ സ്കൂൾ ഓഫീസ്. ഒരു സ്കൂൾ ഓഫീസ് കൺസിഡർ ചെയ്തേ. ഒരു സ്കൂൾ ഓഫീസ് എന്തൊക്കെ ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? ഒരു എബൌട്ട് എ സ്റ്റുഡൻസിന്റെ എന്തൊക്കെ ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റുഡന്റിന്റെ നെയിം, റോൾ നമ്പർ, മാർക്സ്, അറ്റൻഡൻസ്, അല്ലെ, ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ സോ നമ്മളിത് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നോട്ട്ബുക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെങ്ങനെയായിരിക്കും നമ്മൾ ഒരു സ്കൂൾ ഓഫീസിൽ സ്റ്റുഡന്റിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? സോ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു നോക്കൂ. ഇതുപോലെ അല്ലേ, റോൾ നമ്പർ എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾ സ്റ്റുഡൻസിന്റെ റോൾ നമ്പേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ടാവും. സ്റ്റുഡന്റ് നെയിം എന്ന് പറയുന്ന കോളത്തിൽ സ്റ്റുഡൻസിന്റെ നെയിം, മാർക്സ് എന്ന് പറഞ്ഞ കോളത്തിൽ മാർക്സ്, അറ്റൻഡൻസിന്റെ കോളത്തിൽ അറ്റൻഡൻസും നമ്മൾ എഴുതിയിട്ടുണ്ടാവും. സോ ഇതെങ്ങനെയാണ് ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഇതുപോലെ ഒരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആയി? സോ ഓൾ ദീസ് റെക്കോർഡ്സ് ആർ യൂഷ്വലി അറേഞ്ച്ഡ് ഇൻ ടേബിൾസ്. സോ അതുപോലെ തന്നെയാണ് ഡേറ്റാബേസിലും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ ഫോർമാറ്റിലാണ്. ടേബിൾ ഫോർമാറ്റ് മീൻസ് സോ ഡേറ്റാബേസ് സ്റ്റോർസ് ഡേറ്റ ഇൻ ദ ഫോം ഓഫ് ടേബിൾസ്. ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് റോസ് ആൻഡ് കോളംസ്. സോ കോളംസും റോസും കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഒരു ടേബിൾ എന്ന് പറയുന്നത്. സോ ഡേറ്റാബേസിൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്
ടേബിൾ ഫോർമാറ്റിലാണ്, റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിപ്പോ ഒരു സ്കൂൾ ഓഫീസിലെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് എടുക്കാനുണ്ടാവും അല്ലേ? ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ, ബാങ്കിങ്, ഒരു സൂപ്പർ മാർക്കറ്റ് കൺസിഡർ ചെയ്യുക. സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്? എന്തൊക്കെ ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക? സെയിൽസിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണം, പ്രൊഡക്ട്സിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണം, അവിടുത്തെ കസ്റ്റമേഴ്സിന്റെ രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണം, സെയിൽസ് പേഴ്സൺസിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണം അല്ലെ? അതുപോലെ ആ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഒരുപാട് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ആ ലൊക്കേഷൻസിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റൽ എടുത്താൽ ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? പേഷ്യൻസിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണം, ഡോക്ടേഴ്സിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണം, അവിടെ ഫാർമസിയിലെ മെഡിസിൻസിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണം. സോ ഇതെല്ലാം എങ്ങനെയാ? ഇപ്പൊ പേഷ്യൻസിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് പേഷ്യന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിളിലായിരിക്കും. ഡോക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നത് ഡോക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിളിലായിരിക്കും. മെഡിസിൻസിന്റെ ഡേറ്റ മെഡിസിൻ ടേബിളിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ അപ്പോൾ ഡേറ്റാബേസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ ഫോർമാറ്റ്സിലാണ്. അപ്പോൾ ഒരു ഡേറ്റാബേസിൽ തന്നെ മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടായിരിക്കും. സോ അതിൽ തന്നെ എല്ലാ ടേബിൾസും അല്ല, കുറെ ടേബിൾസ് ഒക്കെ കണക്റ്റഡ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ടേബിൾസും ആയിരിക്കും. സോ അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് സ്ട്രക്ചേർഡ് ഡേറ്റ. സോ ഡേറ്റാബേസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ്, വാട്ട് ഈസ് SQL? SQL is a structured query language. SQL എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡേറ്റാബേസ്. ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മൾ എന്തിനാ ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ പറഞ്ഞു ഡേറ്റാബേസിൽ നമ്മൾ ടേബിൾ ഫോർമാറ്റ്സിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റാബേസസ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, ഒരു സ്കൂൾ ഓഫീസിലെ ഡേറ്റാബേസിൽ ഉള്ള ഒരു ടേബിൾ ആണ് ഈ സ്റ്റുഡന്റ് ടേബിൾ. സോ ഈ സ്റ്റുഡന്റ് ടേബിളിൽ എന്തൊക്കെ ഡേറ്റയുള്ളത്? ഒരു സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ, സ്റ്റുഡന്റ് നെയിം, മാർക്ക്, അറ്റൻഡൻസ്. സോ ഇത് നമ്മൾ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയാണ്. സോ ഇതിൽ നിന്ന് എനിക്ക് 90 എബോവ് മാർക്ക് സ്റ്റോർ ചെയ്ത് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് വേണം. സോ നമുക്ക് ഇവിടെ 5 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ബട്ട് എനിക്ക് ഈ ഡേറ്റാബേസിൽ നിന്ന് ഫിറ്റ് ചെയ്ത് കിട്ടേണ്ട ഡേറ്റ എന്ന് പറയുന്നത് 90 എബോവ് മാർക്ക് മേടിച്ച സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കിന്റെ കുളത്തിൽ പോയി കഴിഞ്ഞാൽ 91, രാഹുൽ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് മാത്രമാണ് 90 എബോവ് മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ്, അതായത് റോൾ നമ്പറും ആ സ്റ്റുഡന്റിന്റെ നെയിമും എത്രയാണ് മാർക്ക് എന്നുള്ളത് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം, ഫെച്ച് ചെയ്ത് കിട്ടണം. സോ അതിനു വേണ്ടി, അതായത് നമുക്ക് ഡേറ്റാബേസിൽ ഒരുപാട് ഡേറ്റ ഉണ്ടാവും, അതിൽ നമുക്ക് വേണ്ട ഡേറ്റ മാത്രം നമുക്ക് ഡേറ്റാബേസിനോട് ചോദിച്ച് മേടിക്കണം. ക്ലിയർ ആയോ? സോ അപ്പോൾ അതുപോലെ ഡേറ്റാബേസിനോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് വേണ്ട ഡേറ്റ മാത്രം റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഡേറ്റാബേസുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താം. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു കമ്പനിയിലെ എംപ്ലോയി ടേബിൾ ആണ്. സോ ഈ എംപ്ലോയി ടേബിളിൽ എന്തൊക്കെ ഡേറ്റ അവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? എംപ്ലോയിഡ് ID, നെയിം, ഡിപ്പാർട്ട്മെന്റ്, സാലറി. സോ ഇതില് എനിക്ക് 5000 അല്ലെങ്കിൽ 5000 സാലറി മേടിക്കുന്ന എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് മാത്രം മതി. സോ ഡേറ്റാബേസിൽ ഈ ഡേറ്റ എല്ലാം ഉണ്ട്, ബട്ട് എനിക്ക് 5000 എബോവ് സാലറി മേടിക്കുന്ന എംപ്ലോയിയുടെ ഡേറ്റ മാത്രം മതി എന്നുണ്ടെങ്കിൽ എനിക്ക് 101 എന്ന് പറയുന്ന എംപ്ലോയി, അതായത് രാഹുൽ, ആ രാഹുലിന്റെ ഡീറ്റെയിൽസ് മാത്രം കിട്ടിയാൽ മതി അല്ലേ? സോ അപ്പൊ ഇതുപോലെ നമുക്ക് വേണ്ട ഡേറ്റ മാത്രം ഡേറ്റാബേസിനോട് ക്വസ്റ്റ്യൻസ് പോലെ നമുക്ക് ചോദിച്ച് വാങ്ങിക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് SQL. സോ SQL is basically the language used to ask questions to databases. Clear? Okay.
So next is select statement. Select statement is used to retrieve or fetch data from a table. നമ്മൾ പറഞ്ഞു ഡേറ്റാബേസിന്റെ അകത്ത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ ഫോർമാറ്റിലാണെന്ന്. സോ ഈ ടേബിളിൽ നിന്ന് നമുക്ക് ഡേറ്റ വ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ, സോ വെൻ എവർ വി വാണ്ട് ടു വ്യൂ ഡേറ്റ ഫ്രം ദ ഡേറ്റാബേസ് വി യൂസ് സെലക്ട് കമാൻഡ്. ഓക്കെ, സോ ലെറ്റ് സി ഹൗ ടു യൂസ് സെലക്ട് കമാൻഡ്. സോ ലെറ്റ്സ് ഓപ്പൺ SQL Developer. So in this series, we are using Oracle SQL Developer with Oracle XE database. So നമ്മൾ യൂസ് ചെയ്യുന്നത് Oracle XE database ആണ്. സോ ഈ Oracle XE ഡേറ്റാബേസിൽ HR യൂസർ എന്ന് പറയുന്ന ഒരു യൂസർ ഉണ്ട്, കണ്ടോ? ഇതിൽ ഈ HR യൂസർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾസ്, നമുക്ക് അതിലുള്ള ടേബിൾസ് ഒന്ന് നോക്കാം. സോ ഇതിൽ 7 ടേബിൾസ് അവൈലബിൾ ആണ്. സോ ഈ ടേബിൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ SQL ഓരോ കൺസെപ്റ്റ്സും പഠിക്കാം. ഓക്കെ, സോ ഇപ്പൊ ഇതിൽ എന്തൊക്കെ കൺട്രീസ്, ഡിപ്പാർട്ട്മെന്റ്സ്, എംപ്ലോയീസ്, ജോബ് ഹിസ്റ്ററി, ജോബ്സ്, ലൊക്കേഷൻസ് ആൻഡ് റീജിയൻസ്, ഇത്രയും ടേബിൾസ് ഉണ്ട്. സോ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എംപ്ലോയി ടേബിൾ ആയിരിക്കും. ഓക്കെ, സോ യൂസിങ് ദിസ് എംപ്ലോയി ടേബിൾ നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് SQL ഓരോ കൺസെപ്റ്റ്സും പഠിക്കാം. സോ ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ HR യൂസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ SDL പോവാ, HR ഏത് യൂസർ ആണോ, HR യൂസർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സോ കറന്റ്ലി വി ആർ ഇൻ HR യൂസർ. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ്, നൗ ലെറ്റ്സ് ബിഗിൻ വിത്ത് അവർ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് SQL കമാൻഡ്, സെലക്ട് കമാൻഡ്. സെലക്ട് കമാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. So we can write our first SQL query. Select start from employees. So select means retrieve data from employee table. Select means retrieve data. So we are going to retrieve data from employees table. Okay. So let me execute this query. അപ്പോൾ എങ്ങനെയാണ് SQL query എക്സിക്യൂട്ട് ചെയ്യുന്നത്? സോ ഇതാണ് റൺ ബട്ടൺ. ഈ query റൺ ചെയ്യാനുള്ള ബട്ടൺ അല്ല, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ ആണിത്. സോ ലെറ്റ് മീ ക്ലിക്ക് ഹിയർ. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ടെർമിനൽ. ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ SQL എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഈ SQL യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റാബേസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഇവിടെ എനിക്ക് എന്തായിരുന്നു വേണ്ടത്? എംപ്ലോയി ടേബിളിലുള്ള ഡേറ്റ എനിക്കൊന്ന് വ്യൂ ചെയ്യണം. എന്തൊക്കെ ഡേറ്റയാണോ എംപ്ലോയി ടേബിളിലുള്ളത് അതെല്ലാം എനിക്ക് വ്യൂ ചെയ്യണം. അപ്പൊ ഞാൻ എന്താ കൊടുത്തത്? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്. എംപ്ലോയി ടേബിളിലുള്ള ഡേറ്റാസ് എല്ലാം വ്യൂ ചെയ്യാനുള്ള ക്വറിയാണ് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട് ടെർമിനൽ. ഈ ഔട്ട്പുട്ട് ടെർമിനലിൽ ഞാൻ എന്താണോ ഡേറ്റാബേസിനോട് ചോദിച്ചത്, എംപ്ലോയി ടേബിളിലെ ഡേറ്റ, അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഇൻ എംപ്ലോയി ടേബിൾ വി ഹാവ് employee ID column, first name column, last name column, email, phone number, hire date, job ID, salary, commission, PCT, manager ID, department ID, ഇത്രയും കോളംസ് ഉണ്ട്. സോ ആ എംപ്ലോയി ടേബിളിൽ എന്തൊക്കെ ഡേറ്റ ഉണ്ടോ അതെല്ലാം എനിക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ സീ ദാറ്റ് 107 റോസ് ഓഫ് ഡേറ്റ ഉണ്ട് ആ എംപ്ലോയി ടേബിളിൽ. അതുപോലെ തന്നെ 1 2 3 4 5 6 7 8 9 10 11 കോളംസ് ഉണ്ട്. സോ 11 കോളംസ് വിത്ത് 107 റോസ് ഉള്ള ഒരു ടേബിൾ ആണ് ഈ HR യൂസറിലെ എംപ്ലോയി ടേബിൾ. അതിലെല്ലാ ഡേറ്റയും എനിക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ക്വറിയുടെ മീനിങ് അപ്പൊ എന്താ? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് മീൻസ് ഇവിടെ ഈ സ്റ്റാർ റെപ്രസെന്റ് ചെയ്യുന്നത് ഷോ എവ്രിതിങ് അല്ലെങ്കിൽ ഡിസ്പ്ലേ എവ്രിതിങ്. ദാറ്റ് മീൻസ് ഓൾ കോളം ഫ്രം ദ ടേബിൾ. നമ്മളിവിടെ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് എന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം, ആഫ്റ്റർ ഫ്രം വി ഹാവ് ടു യൂസ് ദ ടേബിൾ നെയിം. ടേബിളിന്റെ നെയിം എംപ്ലോയീസ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എംപ്ലോയീസ് എന്ന് യൂസ് ചെയ്തു. സോ ഈ ക്വറിയുടെ മീനിങ് എന്താന്ന് വെച്ചാൽ എംപ്ലോയി ടേബിളിലുള്ള
എല്ലാ കോളംസും ദ എൻറ്റയർ ഡേറ്റ ഡിസ്പ്ലേ എവ്രിതിങ്. എംപ്ലോയി ടേബിളിൽ എത്ര കോളംസ് ഉണ്ടോ, എത്ര റോസ് ഉണ്ടോ, അതെല്ലാം ഡിസ്പ്ലേ ചെയ്യാന്നാണ് ഈ സ്റ്റാറിന്റെ മീനിങ്. ഓൾ ദ കോളംസ് ഫ്രം ദ എംപ്ലോയി ടേബിൾ. സോ അപ്പോൾ എത്ര കോളംസ് ഉണ്ടോ എംപ്ലോയി ടേബിളിൽ അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. സോ അതാണ് സെലക്ട് സ്റ്റേറ്റ്മെന്റിന്റെ യൂസ്. ടു റിട്രീവ് ഓർ ഫെച്ച് ഡേറ്റ ഫ്രം എ ടേബിൾ. ടേബിളിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ആണ് സെലക്ട് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്, സോ നൗ വാട്ട് ഇഫ് വി ഡോണ്ട് വാണ്ട് ഓൾ കോളംസ്? എനിക്കിപ്പോ ഈ എല്ലാ ടേബിളിൽ ഇത്രയും കോളംസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, എംപ്ലോയി ടേബിൾ. എനിക്ക് എല്ലാ കോളംസും വേണ്ട. ഐ വാണ്ട് ഓൺലി ഫസ്റ്റ് നെയിം ആൻഡ് സാലറി. എംപ്ലോയിയുടെ ഫസ്റ്റ് നെയിമും ആ എംപ്ലോയിയുടെ സാലറി മാത്രം മതി, എനിക്ക് വ്യൂ ചെയ്താൽ മതി. എനിക്ക് എല്ലാ കോളംസും എംപ്ലോയി ടേബിളിൽ വ്യൂ ചെയ്യേണ്ട. ഐ ഓൺലി വാണ്ട് ഫസ്റ്റ് നെയിം ആൻഡ് സാലറി. അപ്പൊ എനിക്ക് വേണ്ട കോളംസ് മാത്രം ഞാൻ എങ്ങനെ വ്യൂ ചെയ്യും? സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കൊറീനെ ഒന്ന് മാറ്റി നോക്കാം. സെലക്ട്, എപ്പോഴും നമുക്ക് എന്താണോ ഡേറ്റാബേസിൽ നിന്ന് എന്തെങ്കിലും വ്യൂ ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ഏത് കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത്? സെലക്ട്. അപ്പൊ സെലക്ട്, അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർ, ഈ സ്റ്റാറിന് പകരം നമുക്ക് ഏതൊക്കെ കോളംസ് ആണോ വേണ്ടത് ആ കോളം നെയിംസ് മാത്രം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എനിക്ക് എന്തൊക്കെ വേണ്ടത്? ഫസ്റ്റ് എംപ്ലോയിയുടെ ഫസ്റ്റ് നെയിമും ദെൻ സാലറി മാത്രം മതി. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുക? ആ കോളം, എനിക്ക് വേണ്ട കോളം നെയിംസ് മാത്രം പറഞ്ഞു കൊടുക്കുക. ഫസ്റ്റ് നെയിം, ടേബിളിൽ എങ്ങനെയാണോ കോളം നെയിംസ് അതുപോലെ തന്നെ കൊടുക്കുക. സെലക്ട് ഫസ്റ്റ് നെയിം കോമ, പിന്നെ എനിക്ക് എന്താ വേണ്ടേ? സാലറി. സാലറി ഫ്രം എംപ്ലോയീസ്. എംപ്ലോയീസ് ടേബിൾ നെയിം മെൻഷൻ ചെയ്യും. So here instead of star, I have given first name and salary. Then execute the query. So this is our output. So this query only returned two columns, first name and salary. സോ സ്റ്റാർ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണ്ട കോളം നെയിംസ് മാത്രം കൊടുത്താൽ ആ കോളംസ് മാത്രമായിരിക്കും ആ ടേബിളിൽ നിന്ന് ഫിറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. സോ ദിസ് ഈസ് ഹൗ വി യൂസ് സെലക്ട് കമാൻഡ് ഇൻ SQL. Next topic is where clause. So in SQL, where clause is used to filter the data. So ഒരു ടേബിളിൽ നിന്നുള്ള ഡേറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ സെലക്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റാസ് എല്ലാം റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ടേബിളിൽ 1000 റോസ് ഓഫ് ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 1000 റോസ് ഓഫ് ഡേറ്റ എനിക്ക് വ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതിലൊരു സ്പെസിഫിക് ഡേറ്റ മാത്രം എനിക്ക് വ്യൂ ചെയ്താൽ മതിയെങ്കിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ക്ലോസ് ആണ് വേർ ക്ലോസ്. സോ യൂസിങ് വേർ ക്ലോസ് വി ക്യാൻ ഫിൽറ്റർ ദ ഡേറ്റ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഓപ്പൺ SQL developer. So here in our employee table we have 107 rows. 107 rows ഉള്ള ഒരു ടേബിൾ ആണ് എംപ്ലോയി ടേബിൾ. ദാറ്റ് മീൻസ് 107 എംപ്ലോയീസിന്റെ റെക്കോർഡാണ് ഈ ടേബിളിലുള്ളത്. സോ അതില് എനിക്ക് ഈ സാലറി എന്ന് പറഞ്ഞ കോളത്തിൽ നമുക്ക് അവരുടെ സാലറീസ് കാണാം. സോ എനിക്ക് 10,000 റുപ്പീസിന് കൂടുതൽ സാലറി മേടിക്കുന്ന എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് മാത്രം മതി. സോ 107 എംപ്ലോയീസിലും നോക്കിക്കാൻ അവരുടെ സാലറീസ് എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പോൾ എനിക്ക് വ്യൂ ചെയ്യേണ്ട ഡേറ്റ എന്ന് പറയുന്നത് 10,000 മുകളിൽ സാലറി മേടിക്കുന്ന എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് മാത്രം എനിക്ക് വ്യൂ ചെയ്താൽ മതി. സോ അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു കണ്ടീഷൻ ഉണ്ട്. സോ നമ്മൾ ഡേറ്റാബേസിനോട് പറയുവാണ് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ മാച്ച് ചെയ്യുന്ന ഡേറ്റ മാത്രം അല്ലെങ്കിൽ ആ റെക്കോർഡ്സ് മാത്രം എനിക്ക് വ്യൂ ചെയ്താൽ മതി, അത് മാത്രം എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് തന്നാൽ മതി. സോ നമ്മൾ ഡേറ്റാബേസിനോട് ആവശ്യപ്പെടാണ് ഫിൽട്ടർ ചെയ്ത ഡേറ്റയാണ് എനിക്ക് വേണ്ടത്. അതിന്റെ കണ്ടീഷൻ ഇതാണ്, സാലറി 10,000 എബോ ഉള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് മാത്രം എനിക്ക് വ്യൂ ചെയ്താൽ മതി. സോ നമ്മൾ അത് എങ്ങനെ യൂസ് ചെയ്യും?
സോ വെയർ ക്ലോസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ എങ്ങനെയാണെന്ന് നോക്കാം. സോ ലെറ്റ്സ് റൈറ്റ് ദ ക്വറി. സെലക്ട് സ്റ്റാർ. നമുക്ക് ആ 10,000-ന് എബോവ് സാലറി മേടിക്കുന്ന എംപ്ലോയീസിന്റെ എല്ലാ ഡീറ്റെയിൽസും വേണം. എല്ലാ ഡീറ്റെയിൽസും എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കോളംസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. സെലക്ട് സ്റ്റാർ ഫ്രം. സോ അപ്പൊ എല്ലാ ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് സ്റ്റാർ യൂസ് ചെയ്യണം. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം എംപ്ലോയീസ്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് കൊടുത്ത് എന്താ കാണാം? ഇതുപോലെ എല്ലാ കോളംസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. പക്ഷെ നമുക്കതല്ല വേണ്ടത്. അതിലൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രം മതി. നമ്മുടെ കണ്ടീഷൻ എന്താ? സാലറി ഗ്രേറ്റർ ദാൻ 10,000 ഉള്ള എംപ്ലോയീസ് മാത്രം മതി. സോ ആഫ്റ്റർ ദ ടേബിൾ നെയിം വേർ ക്ലോസ് എഴുതാം. വേർ ദെൻ നമ്മുടെ കണ്ടീഷൻ എന്താ? സാലറി. ഏത് കോളത്തില് സാലറി കിടക്കുന്ന? സാലറി കോളത്തിലാണ്. അപ്പൊ സാലറി ഗ്രേറ്റർ ദാൻ 10,000. സോ ദിസ് ഈസ് അവർ ക്വറി. സോ നമുക്കറിയാം ക്വറി എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സെമി കോളൻ ആഡ് ചെയ്യണം. സോ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്. സോ ഇത്ര എന്താ ചെയ്യുന്നത്? എംപ്ലോയി ടേബിളിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്യും. പക്ഷെ ആരുടെ മാത്രം എല്ലാ ഡീറ്റെയിൽസും മതി? വേർ സാലറി ഗ്രേറ്റർ ദാൻ 10,000. 10,000-ന് എബോവ് സാലറി മേടിക്കുന്ന എംപ്ലോയീസിന്റെ റെക്കോർഡ്സ് മാത്രം പ്രിന്റ് ചെയ്താൽ മതി, ഡിസ്പ്ലേ ചെയ്താൽ മതി. സോ ആ കണ്ടീഷൻ നമ്മളിവിടെ വെയർ ക്ലോസിന്റെ അകത്താണ് കൊടുക്കുന്നത്. ക്ലിയർ? സോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം ഈ ക്വറി. സോ ടോട്ടൽ 107 റോസ് ഉണ്ട് എംപ്ലോയി ടേബിളില്. ബട്ട് അതിൽ 10,000 എബോവ് സാലറി മേടിക്കുന്ന എത്ര എംപ്ലോയീസേ ഉള്ളൂ? 15 എംപ്ലോയീസേ ഉള്ളൂ. കാരണം എന്താ? 15 റോസ് മാത്രമാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ സാലറി കോളത്തിൽ നോക്കിയാൽ എല്ലാ സാലറീസും 10,000-ന് എബോവ് ആണ്. സോ ഇതുപോലെ നമുക്ക് ഡേറ്റ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് വെയർ ക്ലോസ് ടു ഫിൽട്ടർ ദ ഡേറ്റ. സോ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. സോ ഇപ്പൊ ഇവിടെ എംപ്ലോയി ടേബിളിൽ വി ഹാവ് എ ജോബ് ID കോളം. സോ അതില് എനിക്ക് നമ്മുടെ മെയിൻ ടേബിൾ ഇതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി കൊടുത്ത. സോ ഇതില് ജോബ് ID കോളത്തില് കുറെ ജോബ് IDs ഉണ്ടല്ലോ. അതില് IT പ്രോഗ്രാമേഴ്സ് ജോബ് ID ആയിട്ട് വരുന്ന എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് മാത്രം എനിക്ക് വ്യൂ ചെയ്താൽ മതി. അപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും ക്വറി എഴുതുക? എന്റെ കണ്ടീഷൻ എന്താ? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്. എംപ്ലോയി ടേബിളിൽ ഏതൊക്കെ ഡേറ്റ മതി? വേർ ഈ ജോബ് ID എന്താ? ഇത് IT പ്രോഗ്രാമർ ആയവരുടെ മാത്രം മതി. സോ ആ കോളം ഏതാ? ജോബ് ID. സോ വേർ ജോബ് ID ഈക്വൽ ടു ജോബ് ID എന്തായിരിക്കണം? IT പ്രോഗ്രാമർ എന്നായിരിക്കണം. സോ നമ്മൾ ഇവിടെ എന്ത്? കോഡ്സിന്റെ അകത്ത് അതൊരു സ്ട്രിംഗ് വാല്യൂ ആണ് അല്ലെ? ഒരു ടെക്സ്റ്റ് വാല്യൂ ആണ്. സോ SQL ടെക്സ്റ്റ് വാല്യൂസ് നമ്മൾ കോഡ്സിന്റെ അകത്താ കൊടുക്കുക. ന്യൂമറിക്കൽ വാല്യൂസ് കോഡ്സിന്റെ അകത്ത് കൊടുക്കണ്ട. ഇതുപോലെ സിമ്പിൾ ആയിട്ട് കൊടുത്താൽ മതി. സോ കോഡ്സിന്റെ അകത്ത് എന്താ കൊടുക്കണ്ടേ? ഏത് ജോബ് ID ആണോന്ന് ചെക്ക് ചെയ്യണ്ടേ? IT പ്രോഗ്രാമർ. സോ നമ്മൾ എന്ത് കൊടുക്കണം? IT. ഇവിടെ എന്താണോ അതുപോലെ ഇവിടെ കൊടുക്കുക. സെമിക്കോളൻ. So select star from employees where job ID equal to IT program. So എന്താ വന്നിരിക്കുന്നത്? എറർ. ഇൻവാലിഡ് ഐഡന്റിഫയർ. സോ ഇവിടെ നമുക്ക് കോഡ്സ് സിംഗിൾ കോഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഡബിൾ കോഡ്സ് അല്ല. അപ്പൊ എററും ഒരു കൊറിയിൽ എറർ വന്നാൽ അത് എങ്ങനെയാ? ഇതുപോലെ തന്നെ ഔട്ട്പുട്ട് ടെർമിനലില് കൊറി കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് ഈ ഔട്ട്പുട്ട് ടെർമിനലിൽ കാണിക്കുള്ളൂ. എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ എറേഴ്സ് ഇവിടെ കണ്ടോ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഇൻവാലിഡ് ഐഡന്റിഫയർ എന്താണോ എറർ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് ഡബിൾ കോഡ്സിന് പകരം സിംഗിൾ കോഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് വാല്യൂ സിംഗിൾ കോഡ്സിന്റെ അകത്താണ് കൊടുക്കേണ്ടത്. ഓക്കെ, കണ്ടോ? IT പ്രോഗ്രാം. ഇപ്പൊ ഒരു കളർ ചേഞ്ച് വന്നില്ല, ബ്ലൂ ഇങ്കിലായിട്ട് വന്നിട്ടുണ്ട് ആ ടെക്സ്റ്റ് വാല്യൂ. ഇനി ഒന്ന് റൺ ചെയ്യാം. സി,
ഓക്കെ, ജോബ് ഐ ഡി എന്ന് പറഞ്ഞ കോളത്തിൽ IT പ്രോഗ്രാമർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ IT പ്രോഗ്രാമർ എന്ന് പറഞ്ഞ ജോബ് ഐ ഡിയിൽ വർക്ക് ചെയ്യുന്നത് 5 എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. ആ 5 എംപ്ലോയീസിന്റെ ഡേറ്റയാണ് ഇപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഡേറ്റ ഫിൽട്ടർ ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആണല്ലോ. അതിന് യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് വേർ ക്ലോസ്. സോ എറേഴ്സ് എങ്ങനെയാ വരുന്നതെന്നുള്ളത് ക്ലിയർ ആയല്ലോ. കറക്റ്റ് ക്വറി ആണെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് ടെർമിനലിൽ ഔട്ട്പുട്ട് കാണിക്കുള്ളൂ, അല്ലെങ്കിൽ എന്താണ് എറർ എന്നുള്ളതായിരിക്കും അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, so next topic is order by. In SQL, order by clause is used to sort the data in ascending or descending order. That means simple ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡേറ്റാബേസിനോട് പറയുവാണ് എനിക്ക് ഡേറ്റ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ വേണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എംപ്ലോയീസിന്റെ സാലറി ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ ഒരു കൊറി കൊടുക്കും. സോ സാലറി എനിക്ക് എങ്ങനെയാ വേണ്ടത്? അത് ഹയസ്റ്റ് ടു ലോവസ്റ്റ് എന്നുള്ള ഓർഡറിലാണ്. ദാറ്റ് മീൻസ് ഡിസെൻഡിങ് ഓർഡറിലാണ് എനിക്ക് വേണ്ടത്. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ നെയിം ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു കൊറി. സോ അതിൽ എനിക്ക് എംപ്ലോയീസിന്റെ നെയിംസ് ആൽഫബറ്റിക് ഓർഡറിൽ വേണം. A to Z എന്നുള്ള ഓർഡറിലാണ് എനിക്ക് വേണ്ടത്. സോ അതുപോലെ നമുക്ക് റിസൾട്ട്, ഒരു കൊറിയുടെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ഡേറ്റയെ സോർട്ട് ചെയ്യാൻ വേണ്ടി, സോർട്ടിങ് മീൻസ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് ഓർഡർ ബൈ ക്ലോസ് എന്ന് പറയുന്നത്. സോ ലെറ്റ് മീ ഓപ്പൺ SQL ഡെവലപ്പർ. സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് എനിക്ക് എംപ്ലോയി ടേബിളിൽ നിന്ന് എംപ്ലോയീസിന്റെ സാലറി അസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം, അസെൻഡിങ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ഫസ്റ്റ് നെയിം സാലറി ഫ്രം എംപ്ലോയീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എംപ്ലോയീസിന്റെ നെയിമും സാലറിയും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് നെയിമും സാലറി. ഇവിടെ നമുക്ക് സാലറി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പ്രോപ്പർ ഓർഡറിലല്ല. സോ ഈ സെയിം ക്വറി തന്നെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സാലറി അസെൻഡിങ് ഓർഡറിൽ, ദാറ്റ് മീൻസ് സ്മോളസ്റ്റ് ടു ഹയസ്റ്റ് എന്നുള്ള ഒരു ഓർഡറിലായിരിക്കണം ഡിസ്പ്ലേ ചെയ്ത് കിട്ടേണ്ടത്. സോ യൂസിങ് ഓർഡർ ബൈ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ലെറ്റ് മീ റൈറ്റ് ദ ക്വറി. സെലക്ട് first name, salary from employees. Then after this, use the clause order by. Order by. നമുക്ക് ഏത് കോളത്തിനെ ബേസ് ചെയ്തിട്ടാ, ഏത് വാല്യൂനെ ബേസ് ചെയ്തിട്ടാ സോർട്ട് ചെയ്യേണ്ടത്? സാലറി. സാലറി കോളാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് അസെൻഡിങ് ഓർഡറിൽ. സോ ആഫ്റ്റർ ഓർഡർ ബൈ മെൻഷൻ ദ കോളം സാലറി. സാലറിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. സോ സെമിക്കോളൻ. സോ ബൈ ഡിഫോൾട്ട് SQL സോർട്ട് ചെയ്യുന്നത് അസെൻഡിങ് ഓർഡറിലായിരിക്കും. സോ ഇപ്പൊ ഇങ്ങനെ മാത്രം കൊടുത്താൽ മതി. ആഫ്റ്റർ ടേബിൾ നെയിം യൂസ് ഓർഡർ ബൈ ക്ലോസ്, ദെൻ ഏത് കോളം വെച്ചിട്ടാണോ നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് ആ കോളം നെയിം മാത്രം മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. കാരണം ബൈ ഡിഫോൾട്ട് SQL സോർട്ട് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് അസെൻഡിങ് ആയിരിക്കും. സോ നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. സി ഹിയർ ദ ക്വറി sorted the column salary in ascending order. നമുക്ക് 2100 ലോവസ്റ്റ് വാല്യൂ നിന്ന് ഹയസ്റ്റ് വാല്യൂയിലേക്കാണ്. ഓക്കെ, സോ ഇനിയിപ്പോ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ് സാലറി പ്രിന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും യൂസ് ചെയ്യേണ്ടത്? സെലക്ട് ഫസ്റ്റ് നെയിം, salary from employees, order by. So if you want to sort the data in descending order or after order by, mention the column salary. സാലറിയുടെ ബേസിലാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. ദെൻ യൂസ് ദ കീവേഡ് DESC. DESC എന്ന് പറഞ്ഞ കീവേഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിസെൻഡിങ് ഓർഡറിൽ ഡിസ്പ്ലേ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ends with semicolon, then execute the query. See, ഇപ്പോൾ
ഡിസെൻഡിങ് ഓർഡറിലാണ്, ഹയസ്റ്റ് ടു ലോവസ്റ്റ് എന്നുള്ള ഓർഡറിലാണ് ഡേറ്റ പ്രിന്റ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അസെൻഡിങ് ബൈ ഡിഫോൾട്ട് അസെൻഡിങ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അസെൻഡിങ്ങിന് സെപ്പറേറ്റ് ഒരു കോഡൊന്നും കീവേഡ് ഒന്നും മെൻഷൻ ചെയ്യേണ്ട. ബട്ട് ഡിസെൻഡിങ്ങിലാണ് പ്രിന്റ് ചെയ്യേണ്ടത് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ DESC എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാം. സെയിം തന്നെ ഇതിപ്പോ നമ്മൾ ന്യൂമറിക്കൽ, ഇപ്പൊ സാലറി എന്ന് പറയുന്നത് ന്യൂമറിക്കൽ കോളം, ഒരു ടെക്സ്റ്റ് കോളം ആണ് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എംപ്ലോയീസിന്റെ നെയിം നമുക്ക് അസെൻഡിങ് ഓർഡറിൽ, ആൽഫബറ്റിക് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? സെലക്ട് ഫസ്റ്റ് നെയിം, salary from employees, order by. അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ നമുക്ക് ഓർഡർ ബൈ ക്ലോസും കോളം മാത്രം മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. സോ ഏത് ഫസ്റ്റ് നെയിമിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മെൻഷൻ ദാറ്റ് കോളം നെയിം ഫസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം അസെൻഡിങ് ഓർഡറിൽ. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട്. ആഡം സി ABC എന്നുള്ള ആൽഫബറ്റിക് ഓർഡറിലാണ് എംപ്ലോയീസിന്റെ നെയിം ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ വി യൂസ് sort by clause in SQL. So sort by clause is used to sort the data. So next topic is aggregate functions. Aggregate functions എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു എംപ്ലോയി ടേബിൾ ഉണ്ടല്ലോ, എംപ്ലോയി ടേബിളിൽ നമുക്ക് കുറെ റെക്കോർഡ്സ് ഉണ്ട്. എന്തൊക്കെയാ? എംപ്ലോയീസിന്റെ നെയിം, സാലറി, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. സോ അപ്പൊ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ, അതായത് ആ എംപ്ലോയി ടേബിളിൽ ടോട്ടൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ടോട്ടൽ സാലറി എത്രയാണ്, ആവറേജ് സാലറി എത്രയാണ്, ഹയസ്റ്റ് സാലറി എത്രയാണ്, ഏറ്റവും ലോവസ്റ്റ് സാലറി എത്രയാണ്. സോ ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ്. സോ ഇതിന്റെയൊക്കെ ആൻസർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? സോ ഇത്തരം കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് SQL ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു കോളത്തിലെ മൾട്ടിപ്പിൾ വാല്യൂസിനെ എടുത്തിട്ട് അതിലൊരു കാൽക്കുലേഷൻസ്, അതിപ്പോ സം ആയിരിക്കാം, ആവറേജ് ആയിരിക്കാം, എന്താണോ കാൽക്കുലേഷൻ അത് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഒരു സിംഗിൾ വാല്യൂ ആയിട്ട് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്തു തരും. സോ ദീസ് ആർ ദ കോമൺ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് വി യൂസ്: സം, ആവറേജ്, മിൻ, മാക്സ് ആൻഡ് കൗണ്ട്. So let's open SQL Developer so we can do some examples. Suppose ഇവിടെ നമുക്ക് ഫസ്റ്റ് സം ഫംഗ്ഷന്, സം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യാം. അതായത് ഇപ്പോൾ എംപ്ലോയി ടേബിളിൽ വി ഹാവ് എംപ്ലോയി നെയിംസ് ആൻഡ് സാലറി. സോ ഇപ്പൊ ഇതില് ഈ എംപ്ലോയി ടേബിളിൽ വി ഹാവ് 107 എംപ്ലോയീസ്. ആ 107 എംപ്ലോയീസിന്റെയും ടോട്ടൽ സാലറി എനിക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ സാലറി, ദാറ്റ് മീൻസ് സാലറി എന്ന് പറയുന്ന കോളത്തിലെ എല്ലാ വാല്യൂസും കൂടി എനിക്ക് സം ചെയ്തെടുക്കണം. സോ ഇപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക? ഫസ്റ്റ് write the select command. So after select command നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ സാലറി ആണ്. സോ ടോട്ടൽ സാലറി എന്ന് പറയുമ്പോൾ സം ചെയ്യണം. സോ യൂസ് ദ സം ഫംഗ്ഷൻ. സോ ഫംഗ്ഷന്റെ ഇൻസൈഡ് ദ ഫംഗ്ഷൻ നമുക്ക് ഏത് കോളത്തിലെ വാല്യൂ ആണോ സം ചെയ്യേണ്ടത് ആ കോളമാണ് സം ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പൊ സം ഓഫ്, നമുക്ക് സാലറി ആണ് സം ചെയ്യേണ്ടത്. ആ കോളം നെയിം മെൻഷൻ ചെയ്യാം, സാലറി. Sum of salary. Select sum of salary from employees. Okay. So സെലക്ട് സാലറി എന്ന് മാത്രം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സാലറി കോളം മാത്രമായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നത്. സം ഓഫ് സാലറി, ഈ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഈ സാലറി എന്ന് പറയുന്ന കോളത്തിലെ ഈ എല്ലാ 107 റോസ് ഉണ്ട്, ആ 107 റോസിലെയും വാല്യൂസ് ആഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ വാല്യൂ ടോട്ടൽ സാലറി എത്രയാണോ അത് മാത്രം റിട്ടേൺ ചെയ്യും. സോ ലെറ്റ്സ് റൺ ദിസ് ക്വറി. സം ഓഫ് സാലറീസ്.
കിട്ടും. ഇതാണ് സം ഓഫ് സാലറി നമുക്ക് റിട്ടേൺ ചെയ്ത് തന്നിരിക്കുന്നത്. ആ 107 എംപ്ലോയീസിന്റെയും ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 6,89,882. സോ അപ്പോൾ മൾട്ടിപ്പിൾ റോസിലെ വാല്യൂസ് സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് ഒരു സിംഗിൾ വാല്യൂ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. സോ ഇതാണ് സം ഫംഗ്ഷൻ. നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കാം, ആവറേജ്. സോ ആവറേജ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് AVG എന്നാണ്. AVG. സോ ആവറേജ് ഫംഗ്ഷൻ എന്താ ചെയ്യുക? ഇതുപോലെ ഒരു കോളത്തിലെ വാല്യൂസ്, മൾട്ടിപ്പിൾ റോസിലെ വാല്യൂസിന്റെ ആവറേജ് കണ്ടിട്ട് ആവറേജ് എന്നുള്ള കാൽക്കുലേഷൻ പെർഫോം ചെയ്തിട്ട് ഒരു സിംഗിൾ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. സോ സെലക്ട്, നമുക്ക് എംപ്ലോയീസിന്റെ ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാം. സെലക്ട് ആവറേജ് ഓഫ് സാലറി ഫ്രം എംപ്ലോയീസ്. So this is the average salary of the employee, 6,447.49. ഇതാണ് ആവറേജ് സാലറി എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ. സോ നെക്സ്റ്റ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഏതാ? മിൻ ഫംഗ്ഷൻ. Min function means this function will return the minimum value. So നമുക്ക് എംപ്ലോയീസിന്റെ മിനിമം സാലറി എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സെലക്ട് min of salary. So this function will return the minimum salary from employees. So let's execute the query. So 2100. ഇതാണ് ആ 107 എംപ്ലോയീസിലെ ഏറ്റവും കുറവ് സാലറി എന്ന് പറയുന്നത്. മിനിമം സാലറി എന്ന് പറയുന്നത് 2100 ആണ്. സെയിം ലൈക്ക് വി ക്യാൻ കാൽക്കുലേറ്റ് ദ മാക്സിമം സാലറി. സെലക്ട് മാക്സ് ഓഫ്. സോ ആഫ്റ്റർ ദ സെലക്ട് കമാൻഡ് നമുക്ക് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എഴുതാം. മാക്സ് ഓഫ് സാലറി ഫ്രം employees. Let's see the result. 24,000. 24,000 is the maximum salary. Next function is count function. ഇപ്പോ ഈ ഒരു ടേബിളില്, എംപ്ലോയി ടേബിളില് ടോട്ടൽ എത്ര എംപ്ലോയീസിന്റെ ഡേറ്റ ഉണ്ട് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമുക്ക് കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സെലക്ട് count of star. Count of star. Count of star യൂസ് ചെയ്യുകയാണെങ്കിൽ സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്. ഈ എംപ്ലോയി ടേബിളില് ടോട്ടൽ എത്ര എംപ്ലോയീസിന്റെ റെക്കോർഡ്സ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. സെലക്ട്, അതിനുവേണ്ടി എന്താ യൂസ് ചെയ്യേണ്ടത്? സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ. ഇവിടെ സ്റ്റാർ കൊടുത്ത് അതിന്റെ മീനിങ് ആ ടേബിളിലെ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് റോസ് എത്രയാ? 107. ദാറ്റ് മീൻസ് 107 എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഇൻ SQL. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ബൈ ക്ലോസ് ആണ്. സോ ഇപ്പോൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ? സോ അപ്പോൾ അങ്ങനെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് പഠിച്ചു. ദെൻ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്തേ? ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ടോട്ടൽ സാലറി, എംപ്ലോയീസിന്റെ ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്തു. ആവറേജ് സാലറി, മിനിമം സാലറി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇപ്പൊ എനിക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് എംപ്ലോയി കൗണ്ട് ആണ് വേണ്ടതെങ്കിലോ? ഇപ്പോ നമ്മുടെ എംപ്ലോയി ടേബിളില് കുറെ ഡിപ്പാർട്ട്മെന്റ്സിലുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഇപ്പോൾ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ കമ്പനിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. എല്ലാ എംപ്ലോയീസും ഒരു ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്, വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും. അപ്പൊ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ടോട്ടൽ എംപ്ലോയീസിന്റെ കൗണ്ട് കിട്ടാൻ നമുക്ക് കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് വേണ്ടത് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ്. ഇപ്പോ ഒരു കമ്പനിയിൽ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതുപോലെ IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ IT ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ്, ടോട്ടൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്,
HR ഡിപ്പാർട്ട്മെന്റിൽ ടോട്ടൽ എത്ര എംപ്ലോയീസ് വരും. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വൈസ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഡേറ്റയാണ് നമുക്ക് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലോസ് ആണ് ഗ്രൂപ്പ് ബൈ ക്ലോസ്. അപ്പൊ സിംപ്ലി നമുക്ക് പറയാം, ഗ്രൂപ്പ് ബൈ ക്ലോസ് ചെയ്യുന്നത്, ഗ്രൂപ്പ് ബൈ ക്ലോസ് ഈസ് യൂസ് ടു ഗ്രൂപ്പ് സിമിലർ ഡേറ്റ ടുഗദർ. അതായത് ഒരു കോളത്തില് ഇപ്പോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ കോളത്തില് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതില് സിമിലർ ആയിട്ട് വാല്യൂസ് വരുന്ന റെക്കോർഡ്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് തരുന്നതാണ് ഗ്രൂപ്പ് ബൈ ക്ലോസ്. ഇപ്പൊ HR ഒരുപാട് എംപ്ലോയീസ് HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ HR വരുന്ന എല്ലാ ഗ്രൂപ്പ് റെക്കോർഡ്സും ഒരുമിച്ചാക്കി അവരുടെ കൗണ്ട് എടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സം കാണാനാണെങ്കിൽ സം കാൽക്കുലേറ്റ് ചെയ്യും. സോ അതുപോലെ അപ്പൊ സിമിലർ ഡേറ്റേനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഗ്രൂപ്പ് ബൈ ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. സോ ലെറ്റ്സ് ഓപ്പൺ ഒറാക്കിൾ SQL ഡെവലപ്പർ. സോ ഇതില് ഗ്രൂപ്പ് ബൈ ക്ലോസ്, എംപ്ലോയി ടേബിൾ നമുക്കറിയാമല്ലേ, എംപ്ലോയി ടേബിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. സെലക്ട് സ്റ്റാർട്ട് ഫ്രം എംപ്ലോയീസ്. സോ ഈ എംപ്ലോയി ടേബിളില് നോക്കി, ഇവിടെ ജോബ് ID എന്ന് പറഞ്ഞ ഒരു കോളം ഉണ്ടല്ലേ. ഈ ജോബ് ID കോളത്തില് നമുക്ക് കാണാം, യു ക്യാൻ സി ഡിഫറെന്റ് ജോബ് IDs. അപ്പൊ അതില് IT പ്രോഗ്രാമർ ആയിട്ട് എത്രയും, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഈ ടേബിളിലുള്ള നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മൾ കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു അല്ലെ. 107 എംപ്ലോയീസ് ഉണ്ട്. സോ അതുപോലെ പക്ഷെ എനിക്ക് വേണ്ടത് ജോബ് IDയുടെ ബേസിൽ, അതായത് എത്ര IT പ്രോഗ്രാമേഴ്സ് ആയിട്ട് എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ FD അക്കൗണ്ടൻസ് ആയിട്ട് ക്ലർക്ക് ആയിട്ട് എത്ര എംപ്ലോയീസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അപ്പൊ അതെങ്ങനെ ചെയ്യും? സെലക്ട്, നമുക്ക് എന്താ വേണ്ടത്? ഇപ്പൊ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ജോബ് ID വൈസ് എംപ്ലോയീസ് ആണ്, എംപ്ലോയി കൗണ്ട് ആണ്. ജോബ് ID വൈസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് എംപ്ലോയി കൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എംപ്ലോയി കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം, കൗണ്ട് ആണല്ലോ കിട്ടേണ്ടത്. അപ്പൊ സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് ഗ്രൂപ്പ് ബൈ, ആഫ്റ്റർ ടേബിൾ നെയിം യൂസ് ഗ്രൂപ്പ് ബൈ ക്ലോസ്, ഗ്രൂപ്പ് ബൈ. സോ ഈ ഗ്രൂപ്പ് ബൈ ക്ലോസിന് ശേഷം നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ട കോളം എന്ന് പറയുന്നത് ഏത് കോളത്തിനെ ബേസ് ചെയ്തിട്ടാണോ നമുക്ക് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഏതാ? ജോബ് ID ബേസ് ആണ് നമ്മൾ എംപ്ലോയീസിന്റെ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ബൈക്ക് ശേഷം ഏത് കോളം വെച്ചിട്ടാണോ, ഏത് കോളത്തിലെ വാല്യൂസിനെയാണോ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്, ആ കോളം ഇവിടെ മെൻഷൻ ചെയ്യുക. അപ്പൊ ജോബ് ID. സോ ജോബ് ID എന്ന് പറഞ്ഞ കോളത്തില് സിമിലർ വാല്യൂസ്, ഇപ്പൊ IT പ്രോഗ്രാമേഴ്സ് ഇത്രയുണ്ട്, അവരെല്ലാവരെയും ഗ്രൂപ്പ് ചെയ്ത് എത്രയാണ് അവരുടെ കൗണ്ട് എത്രയാണെന്ന് തരും. ദെൻ അതുപോലെ അക്കൗണ്ടന്റ്, ക്ലർക്ക്, സിമിലർ ആയിട്ടുള്ള ഡേറ്റ ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് എന്താണോ കാണേണ്ടത്, നമുക്ക് കൗണ്ട് ആണെങ്കിൽ കൗണ്ട്, സം ആണെങ്കിൽ സമ്മ് അത് റിട്ടേൺ ചെയ്യും. സോ ലെറ്റ് മീ എക്സിക്യൂട്ട് ദ ക്വറി. ഇപ്പൊ എന്താ കിട്ടിയിരിക്കുന്ന കൗണ്ട്? 1 എന്തിന്റെ കൗണ്ട്? അതായത് നമുക്ക് ജോബ് ID വൈസ് ആണ് കൗണ്ട് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ കൗണ്ട് മാത്രമേ റിട്ടേൺ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് ഓരോന്ന് എന്തിന്റെ കൗണ്ട് ആണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ സെലക്ടിന് ശേഷം എന്തിന്റെ കൗണ്ട് ആണോ നമുക്ക് വേണ്ടത്, ജോബ് ID വൈസ് ആണ്, അപ്പൊ ആ കോളം കൂടെ മെൻഷൻ ചെയ്യാം. അതായത് സെലക്ടിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടതായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പോൾ ജോബ് ID, ഓരോ ജോബ് IDയിൽ എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡിസ്പ്ലേ ഔട്ട്പുട്ടിൽ കിട്ടേണ്ട കോളംസ് ആയിരിക്കണം സെലക്ടിന് ശേഷം കൊടുക്കുക. അപ്പൊ ജോബ് ID, കൗണ്ട് ഓഫ് സ്റ്റാർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ കൗണ്ടും ഏത് ജോബ് IDയുടെ ആണെന്നുള്ളതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്.
സി കണ്ടോ, എ സി അക്കൗണ്ടിൽ 1 എംപ്ലോയി ഉള്ളൂ. അങ്ങനെ നോക്കി FI അക്കൗണ്ടിൽ 5 എംപ്ലോയീസ് ഉണ്ട്. അതുപോലെ ക്ലർക്ക് 20, SH ക്ലർക്ക് 20. ഓക്കെ, അതുപോലെ ജോബ് ID വൈസ് കൗണ്ട്, എംപ്ലോയീസ് കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ജോബ് ID എന്ന് പറഞ്ഞ കോളത്തിൽ സിമിലർ റെക്കോർഡ്സ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഏത് ഫംഗ്ഷൻ കാൽക്കുലേഷൻ നമ്മൾ അപ്ലൈ ചെയ്തത്, കൗണ്ട്, അവരുടെ കൗണ്ട് റിട്ടേൺ ചെയ്തു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ജോബ് ID വൈസ് ടോട്ടൽ സാലറി നമുക്കൊന്ന് നോക്കാം. ജോബ് ID വൈസ് സാലറി, അതായത് ഓരോ AC അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ജോബ് IDയിൽ ഉള്ള എംപ്ലോയീസിന്റെ എല്ലാം സാലറി, ടോട്ടൽ സാലറി കാണണം. IT പ്രോഗ്രാമേഴ്സിന്റെ ടോട്ടൽ സാലറി, ഇപ്പൊ 5 എംപ്ലോയീസ് ആണെങ്കിൽ ആ 5 എംപ്ലോയീസിന്റെ സാലറി സം ചെയ്തിട്ട് കാണാം. ഇപ്പോൾ അല്ലാതെ നമ്മൾ സം ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഈ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിലെ സാലറി എന്ന് പറഞ്ഞ കോളത്തിലെ എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്തു. ഇവിടെ അങ്ങനെയല്ല, ഗ്രൂപ്പ് ചെയ്തിട്ടാണ് സം ചെയ്യുന്നത്. ഓക്കെ, സെലക്ട് ജോബ് ID, സം ടോട്ടൽ സാലറി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ സം ഓഫ് സാലറി ഫ്രം എംപ്ലോയീസ് then group by close. Group by ജോബ് ID വൈസ് ആണ് സം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പ് ബൈക്ക് ശേഷം നമ്മൾ കൊടുക്കുന്നത് ജോബ് ID കോളം ആണ്. ഏത് കോളത്തിലെ വാല്യൂസിനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത് ആ കോളമാണ് ഗ്രൂപ്പ് ബൈയിൽ കൊടുക്കേണ്ടത്. IT പ്രോഗ്രാമർ, അവരുടെ IT പ്രോഗ്രാമർ എന്ന് പറയുന്ന ജോബ് IDയിലുള്ളവരുടെ ടോട്ടൽ സാലറിയാണ് ഇത്. ഇതിന് AC MGR അക്കൗണ്ടന്റ് മാൻ, അങ്ങനെ എല്ലാ ജോബ് IDസിന്റെയും കറസ്പോണ്ടിങ് ടോട്ടൽ സാലറിയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. So this is how we use group by clause in SQL. So ഇപ്പൊ സം ഓഫ് സാലറി അല്ല, ആവറേജ് സാലറി ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കാം, ആവറേജ് സാലറി കൊടുക്കാം. Okay, so that's all about group by clause. So next topic is having clause. സോ നമ്മൾ ഗ്രൂപ്പ് ബൈ ക്ലോസ് യൂസ് ചെയ്തിട്ട് ഡേറ്റ് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പഠിച്ചു. സോ നമ്മളപ്പോൾ ഗ്രൂപ്പ് വൈസ് ടോട്ടൽ സാലറി, ഗ്രൂപ്പ് വൈസ് നമ്പർ ഓഫ് എംപ്ലോയീസ് അതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ ഇനി എനിക്ക് ആവറേജ് സാലറി 50,000 കൂടുതലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും കാണുക, അല്ലെങ്കിൽ മോർ ദാൻ 10 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സിന്റെ മാത്രം ഡേറ്റ മതി. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കൗണ്ട് ഓഫ് സ്റ്റാർ എടുക്കാം. അതിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ബൈ ചെയ്യാം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, ഓരോ ഇപ്പൊ IT ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഗ്രൂപ്പ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ IT ഡിപ്പാർട്ട്മെന്റിൽ 10 എംപ്ലോയീസ് ഉണ്ട്, ഇപ്പോൾ HR ഡിപ്പാർട്ട്മെന്റിൽ 5 എംപ്ലോയീസ് ആണ് കിട്ടിയത്, അങ്ങനെ വിചാരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 10ൽ കൂടുതലുള്ളത് അവരുടെ മാത്രം മതി. ഇപ്പോൾ HR 5 എംപ്ലോയീസ് ഉള്ളെങ്കിൽ ആ ഡേറ്റ എനിക്ക് കാണണ്ട. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണോ 10 എംപ്ലോയീസിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നത് അവരെ മാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണോ 50,000 എബോവ് സാലറി മേടിക്കുന്ന എംപ്ലോയീസ്, ടോട്ടൽ സാലറി എംപ്ലോയീസിന്റെ ടോട്ടൽ സാലറി 50,000 എബോവ് ഉള്ളത് ആ ഡിപ്പാർട്ട്മെന്റ്സ് മാത്രം എനിക്ക് വ്യൂ ചെയ്താൽ മതി. സോ ഗ്രൂപ്പ് ചെയ്ത ഡേറ്റയിലും ഒരു ഫിൽട്രേഷൻ നമുക്ക് അപ്ലൈ ചെയ്യണം. ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഹാവിംഗ് ക്ലോസ്. സോ ഹാവിംഗ് ക്ലോസ് ഈസ് യൂസ് ടു ഫിൽട്ടർ ഗ്രൂപ്പ് ഡേറ്റ. ഗ്രൂപ്പ് ചെയ്ത ഡേറ്റയെ ഗ്രൂപ്പ് ബൈ ക്ലോസ് യൂസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത ഡേറ്റയെ അതിലും ഫിൽട്ടർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് ഹാവിംഗ് ക്ലോസ്. സോ നമ്മൾ വേർ ക്ലോസും ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ഇൻഡിവിജ്വൽ റോസിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഗ്രൂപ്പ് ചെയ്യുന്നതിന് മുന്നേ ടേബിളിലെ ഇൻഡിവിജ്വൽ റോസിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേർ ക്ലോസ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഹാവിംഗ് ക്ലോസ് യൂസ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡേറ്റേനെ, നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടിയ ഗ്രൂപ്പ് ഡേറ്റേനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാവിംഗ് ക്ലോസ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഓപ്പൺ SQL ഡെവലപ്പർ. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ലിസ്റ്റ് ഔട്ട് ദ ജോബ് IDs വിത്ത് ടോട്ടൽ സാലറി ഗ്രേറ്റർ ദാൻ 50,000. അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണോ ടോട്ടൽ സാലറി 50,000 എബോ ഉള്ളത്, ആ ഡിപ്പാർട്ട്മെന്റ്സ് മാത്രം എനിക്ക് വ്യൂ ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ അതെങ്ങനെയാ ഹാവിംഗ് ക്ലോസ് യൂസ് ചെയ്ത് ചെയ്യുക? സെലക്ട് ജോബ് ID, സാലറി അല്ലേ, ടോട്ടൽ സാലറി, അപ്പൊ സം ഓഫ് സാലറി കാണും. സം ഓഫ് സാലറി ഫ്രം എംപ്ലോയീസ്. സോ നമുക്ക് എന്താ ഗ്രൂപ്പ് ജോബ് ഐ ഡി വൈസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ആ ജോബ് ഐ ഡിയിൽ ഏതൊക്കെ ജോബ് IDസിലാണോ ടോട്ടൽ സാലറി 50,000 എബവ് വരുന്നത്, ആ ജോബ് IDs മാത്രം മതി. സോ അപ്പൊ ഗ്രൂപ്പ് ബൈ ചെയ്യാം. ജോബ് ID വൈസ് ടോട്ടൽ സാലറി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ബൈ ചെയ്യാം. ഗ്രൂപ്പ് ബൈ സോ ഇത്രയും ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ജോബ് ID ഗ്രൂപ്പ് ബൈ ജോബ് ID വൈസ് ടോട്ടൽ സാലറി നമുക്ക് കിട്ടും. പക്ഷെ ഇതില് നമുക്ക് വേണ്ടത് എന്താ? അതിൽ തന്നെ ടോട്ടൽ സാലറി 50,000 എബോവ് ഉള്ള ജോബ് IDs മാത്രം മതി. സോ ആഫ്റ്റർ ഗ്രൂപ്പ് ബൈ ദെൻ കോളം നെയിം നമുക്ക് എന്ത് കൊടുക്കാം? ഹാവിംഗ്. സോ ഇൻ ദ ഹാവിംഗ് ക്ലോസ് വി നീഡ് ടു സ്പെസിഫൈ ദ കണ്ടീഷൻ. കണ്ടീഷൻ എന്തായിരുന്നു? Sum of salary must be greater than 50,000. So 50,000 above ടോട്ടൽ സാലറി ഉള്ള ഗ്രൂപ്പ് IDs മാത്രം എനിക്ക് ഇവിടെ റിട്ടേൺ ചെയ്ത് കിട്ടിയാൽ മതി. സോ എൻഡ്സ് വിത്ത് സെമി കോളൻ, എക്സിക്യൂട്ട് ക്വറി. സോ സാലറി, the spelling mistake, salary. See, job ID. ഇവിടെ സം ഓഫ് സാലറി നോക്കിക്കഴിഞ്ഞാൽ കാണാം, എല്ലാ സം ഓഫ് സാലറി എന്താണ്? 50,000 എബോവ് ഉള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ. സോ ഇപ്പോൾ ഒരുപാട് ജോബ് IDs ഉള്ളതിൽ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നത് 4 ജോബ് IDs ആണ്. കാരണം എന്താ? നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്താ? ടോട്ടൽ സാലറി 50,000 എബോവ് വരുന്ന ജോബ് IDs മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ്, അങ്ങനെ നോക്കുവാണെങ്കിൽ 4 ജോബ് IDs ആണ് 50,000 എബോവ് ടോട്ടൽ സാലറി വരുന്നത്. ഓക്കെ, സോ നമുക്ക് വൺ മോർ എക്സാമ്പിൾ ഇവിടെ ചെയ്യാം. ലിസ്റ്റ് ഔട്ട് ദ ജോബ് IDs വിത്ത് നമ്പർ ഓഫ് എംപ്ലോയീസ് മോർ ദാൻ 10 എംപ്ലോയീസിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ജോബ് IDs ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എല്ലാ ജോബ് IDസിലും 10 എംപ്ലോയീസ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓരോ ജോബ് IDസിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ കൗണ്ട് ആണ് ഇവിടെ നമുക്ക് വേണ്ടത്. ഇപ്പൊ എല്ലാം ഉണ്ട്. 10 എംപ്ലോയീസിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഏതൊക്കെ ജോബ് IDs ഉണ്ടോ അത് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യാം? സെലക്ട് ജോബ് ID, count of star from employees, ഗ്രൂപ്പ് ബൈ. ഗ്രൂപ്പ് ബൈ ചെയ്യേണ്ടത് ഏത് കോളത്തിനെയാ? ജോബ് ID. സോ അപ്പോൾ ഓരോ ജോബ് IDയിലുള്ള എംപ്ലോയീസിന്റെ കൗണ്ട് കിട്ടും. ഇതാണ് ഇത്രയും വരെ ചെയ്താൽ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഹാവിംഗ്. നമ്മുടെ കണ്ടീഷൻ എന്താ? ഹാവിംഗ് കൗണ്ട് ഓഫ് സ്റ്റാർ ഗ്രേറ്റർ ദാൻ 10. കൗണ്ട് ഓഫ് സ്റ്റാർ റിട്ടേൺ ചെയ്യുന്ന നമ്പർ 10ൽ കൂടുതലുള്ള ജോബ് IDs മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. നേരത്തെ എല്ലാ ജോബ് IDs ഉണ്ടായിരുന്നു, അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ 10ൽ കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് ഈ 3 ഡിപ്പാർട്ട്മെന്റ്സിൽ മാത്രമാണ്. സോ ഗ്രൂപ്പ് ചെയ്ത ഡേറ്റയെ
ഫിൽറ്റർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാവിങ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ടേബിളിലെ ഇൻഡിവിജ്വൽ റോസ് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയർ ക്ലോസ് യൂസ് ചെയ്യുന്നത്. വെയർ ക്ലോസ് ടു ഫിൽറ്റർ ദ ഡേറ്റ, ഹാവിങ് ക്ലോസ് ഇസ് യൂസ് ടു ഫിൽറ്റർ ദ ഗ്രൂപ്പ് ഡേറ്റ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ നെക്സ്റ്റ് നമുക്ക് SQL ജോയിൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പഠിക്കാം. ഓക്കെ, സോ ഇതുവരെ നമ്മൾ പഠിച്ചപ്പോൾ വേർ ക്ലോസ് പഠിച്ചു, ഗ്രൂപ്പ് ബൈ, ഹാവിങ്, ഇതെല്ലാം പഠിച്ചു. ഇതെല്ലാം പഠിച്ചപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് ഒരൊറ്റ ടേബിൾ മാത്രമായിരുന്നു, എംപ്ലോയി ടേബിൾ. ആ എംപ്ലോയി ടേബിൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ റിട്രീവ് ചെയ്തതെല്ലാം. സോ റിയൽ വേൾഡ് SQL മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഡേറ്റാബേസിൽ ഒരു സിംഗിൾ ടേബിളിലായിരിക്കില്ല ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, മൾട്ടിപ്പിൾ ടേബിൾസിലായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. സോ അപ്പോൾ നമുക്ക് വേണ്ട ഡേറ്റ മൾട്ടിപ്പിൾ ടേബിൾസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ ഡേറ്റ റിട്രീവ് ചെയ്തെടുക്കുന്നത്? സോ ഹൗ ഡു വി കമ്പൈൻ ഡേറ്റ ഫ്രം ടു ടേബിൾസോ അല്ലെങ്കിൽ മോർ ദാൻ ടു ടേബിൾസിലായിരിക്കും ഡേറ്റ ഉണ്ടാവുക. അപ്പൊ ഇതെങ്ങനെയാണ് ഈ മൾട്ടിപ്പിൾ ടേബിൾസിൽ കിടക്കുന്ന ഡേറ്റ നമ്മൾ റിട്രീവ് ചെയ്യുന്നത്? സോ ദാറ്റ്സ് വേർ ജോയിൻസ് കംസ് ഇൻ. ഓക്കെ, സോ അവിടെയാണ് നമ്മൾ ജോയിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കുന്നത്. മൾട്ടിപ്പിൾ ടേബിൾസിൽ കിടക്കുന്ന ഡേറ്റയെ നമുക്ക് എങ്ങനെ റിട്രീവ് ചെയ്തെടുക്കാം. Okay, so join is used to combine rows from two or more tables based on a related column. So ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. So here we have two tables, employee table and department table. Okay, employee table എന്തൊക്കെ ഡേറ്റ ഉള്ളത്? Employee ID, employee name, age, salary and department ID. And in department table we have department ID, department name, department head and department location. Okay, so ഇവിടെ എനിക്കിപ്പോൾ ഒരു എംപ്ലോയിയുടെ ഫ്രം ദിസ് എംപ്ലോയി ടേബിൾ എനിക്ക് എംപ്ലോയിയുടെ നെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? സെലക്ട് എംപ്ലോയി നെയിം ഫ്രം എംപ്ലോയി, അങ്ങനെ നമ്മൾ കൊടുക്കുക. സോ ഈ ഡിപ്പാർട്ട്മെന്റ് നെയിം വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സെലക്ട് ഡിപ്പാർട്ട്മെന്റ് നെയിം ഫ്രം ഡിപ്പാർട്ട്മെന്റ് ടേബിൾ, അല്ലെ? ബട്ട് എനിക്ക് അറ്റ് എ ടൈം, അപ്പൊ എന്റെ ഡേറ്റാബേസിലുള്ള രണ്ട് ടേബിൾസ് ആണ് ഇത് രണ്ടും, എംപ്ലോയി ടേബിളും ഡിപ്പാർട്ട്മെന്റ് ടേബിളും. എനിക്ക് വേണ്ടത് എംപ്ലോയി നെയിമും ദെൻ അവരുടെ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് നെയിമും എനിക്ക് വേണം. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പീറ്റർ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഈ എംപ്ലോയി ടേബിളിൽ നിന്ന് നമുക്ക് പീറ്ററിന്റെ ഡിപ്പാർട്ട്മെന്റ് ID മാത്രമേ കിട്ടുള്ളൂ, ഡിപ്പാർട്ട്മെന്റ് നെയിം കിട്ടില്ല. ഈ ഡിപ്പാർട്ട്മെന്റ് ID 1 എന്ന് പറയുന്നത് എന്താ? ഡിപ്പാർട്ട്മെന്റ് ID 1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത് പീറ്ററിന് നേരെ എന്തായിരിക്കണം? സെയിൽസ്. കിഷോറിന്റെ ഡിപ്പാർട്ട്മെന്റ് ID 1 ആണ്, 1 എന്ന് പറയുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ ഹെൻറിയുടെ ഡിപ്പാർട്ട്മെന്റ് ID 2 ആണ്, 2 എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ എന്റെ ഔട്ട്പുട്ടില് എംപ്ലോയി നെയിംസും വേണം, ഡിപ്പാർട്ട്മെന്റ് നെയിംസും വേണം. പക്ഷെ എംപ്ലോയി നെയിം കിടക്കുന്നത് എവിടെയാ? എംപ്ലോയി ടേബിളിലാണ്. ഡിപ്പാർട്ട്മെന്റ് ടേബിളിലാണ് ഡിപ്പാർട്ട്മെന്റ് നെയിം ഉള്ളത്. സോ എനിക്ക് വേണ്ട ഡേറ്റ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടേബിൾസ് കമ്പൈൻ ചെയ്യണം. ഈ രണ്ട് ടേബിൾ കമ്പൈൻ ചെയ്താൽ മാത്രമാണ് എനിക്ക് ഈ രണ്ട് ഇൻഫർമേഷനും കിട്ടത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ ഇപ്പൊ ഇതുവരെ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരൊറ്റ സിംഗിൾ ടേബിൾ ആയിരുന്നു. ക്ലിയർ? സോ അപ്പോൾ രണ്ട് ടേബിൾസ് കമ്പൈൻ ചെയ്ത് നമുക്ക് വേണ്ട റിലേറ്റഡ് ഇൻഫർമേഷൻ എങ്ങനെ റിട്രീവ് ചെയ്യാം എന്നാണ് ജോയിൻസ് വെച്ച് നമ്മൾ പഠിക്കുന്നത്. സോ അപ്പോൾ അതിനു വേണ്ടി ജോയിൻ ചെയ്ത് രണ്ട് ടേബിൾസിന് ജോയിൻ ചെയ്ത് റിലേറ്റഡ് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിളിലും കോമൺ ആയിട്ട് ഒരു കോളം ഉണ്ടായിരിക്കണം. സോ ഇപ്പോൾ എംപ്ലോയി ടേബിളിലും ഡിപ്പാർട്ട്മെന്റ് ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന കോളം ഏതാ? ഡിപ്പാർട്ട്മെന്റ് ID. ക്ലിയർ? സോ ഇങ്ങനെ ഒരു കോമൺ കോളം രണ്ട് ടേബിളിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ജോയിൻ ദീസ് ടു ടേബിൾസ്. ഇതിപ്പോ 2 മോർ ദാൻ 2 ടേബിൾസോ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ അതിന് വേണ്ട ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ടേബിളിലും കോമൺ ആയിട്ടൊരു കോളം വേണം, റിലേറ്റഡ് കോളം വേണം. യൂസിങ് ദിസ് റിലേറ്റഡ് കോളം വി ക്യാൻ കമ്പൈൻ 2 ടേബിൾസ്. ദെൻ ആ രണ്ട് ടേബിൾസിനെ കമ്പൈൻ ചെയ്യാം. ദെൻ അതിൽ നമുക്ക് വേണ്ട റിലേറ്റീവ് ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്തെടുക്കാം. സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഹൗ ടു ജോയിൻ 2 ടേബിൾസ് ഇൻ SQL. സോ അപ്പോൾ നമ്മുടെ എംപ്ലോയി ടേബിൾ ഇതാണ്. നമ്മുടെ എംപ്ലോയി ടേബിൾ സെലക്ട് സ്റ്റാർട്ട് ഫ്രം എംപ്ലോയീസ് കൊടുത്ത് വി ക്യാൻ സി ഔട്ട് ഡേറ്റ ഇൻ എംപ്ലോയി ടേബിൾ. 107 റോസ് ഉള്ള ഒരു എംപ്ലോയി ടേബിൾ ആണ്. സോ ഇതിൽ നമുക്ക് എംപ്ലോയീസിന്റെ നെയിമും
ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇനി ഡിപ്പാർട്ട്മെന്റ് ടേബിൾ നമുക്കറിയാം, HR യൂസറിൽ വി ഹാവ് 7 ടേബിൾസ് അല്ലേ? ടേബിൾസ് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കാണാം ഇത്രയും ടേബിൾസ് ഉണ്ട്. അതിൽ എംപ്ലോയി ടേബിൾ നമ്മൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തതാണ്. ദെൻ നോക്കി ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിളും കൂടെ ഉണ്ട് അല്ലേ? അതും കൂടെ ഒന്ന് നോക്കാം. സെലക്ട് സ്റ്റാർട്ട് ഫ്രം ഡിപ്പാർട്ട്മെന്റ്സ്. ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ. ഓക്കെ, അപ്പോ എനിക്ക് വേണ്ടത്, എനിക്ക് കിട്ടേണ്ട ഡേറ്റ എന്ന് പറയുന്നത്, ഡേറ്റാബേസിൽ നിന്ന് റിട്രീവ് ചെയ്ത് എടുക്കേണ്ടത് എംപ്ലോയി ടേബിളിലുള്ള എംപ്ലോയിന്റെ ഫസ്റ്റ് നെയിമും ദെൻ ആ എംപ്ലോയിയുടെ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് നെയിമാണ് എനിക്ക് വേണ്ടത്. അപ്പൊ എംപ്ലോയി ടേബിളിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? എംപ്ലോയി ടേബിളിൽ എംപ്ലോയീസിന്റെ ഫസ്റ്റ് നെയിം ഉണ്ട്. ബട്ട് ഈ ടേബിളിൽ ഡിപ്പാർട്ട്മെന്റ് നെയിം ഇല്ല, പകരം ഡിപ്പാർട്ട്മെന്റ് ID ആണുള്ളത്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ടേബിൾസിൽ എന്തുണ്ട്? ഡിപ്പാർട്ട്മെന്റ് നെയിം ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നെയിമും ഡിപ്പാർട്ട്മെന്റ് നെയിമും വേണം. സോ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഈ രണ്ട് ടേബിൾസും, ഡിപ്പാർട്ട്മെന്റ് ടേബിളും എംപ്ലോയി ടേബിളും നമുക്ക് കമ്പൈൻ ചെയ്യണം, ജോയിൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ അപ്പൊ രണ്ട് ടേബിൾസ് തമ്മിൽ അങ്ങോട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു കോമൺ കാര്യം വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞത്? അതായത് രണ്ടിലും കോമൺ ആയിട്ട് ഒരു കോളം വേണം. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ID ഉണ്ട്. അതുപോലെ എംപ്ലോയി ടേബിളിൽ പോയി കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദർ ഓൾസോ വി ഹാവ് ഡിപ്പാർട്ട്മെന്റ് ID. കണ്ടോ, ഇൻറ്റില് ഡിപ്പാർട്ട്മെന്റ് ID ഉണ്ട്. അപ്പൊ രണ്ട് ടേബിളിനെയും കണക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു കോമൺ കോളം ഉണ്ട്. സോ യൂസിങ് ദാറ്റ് കോളം വി ക്യാൻ ജോയിൻ ദീസ് 2 ടേബിൾസ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് രണ്ട് ടേബിൾസ് ജോയിൻ ചെയ്തതെന്ന് നോക്കാം. സോ സെലക്ട്, സോ ആഫ്റ്റർ ദ സെലക്ട് കമാൻഡ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ട ഡേറ്റ, എന്തൊക്കെ കോളമാണ് നമുക്ക്, ഏതൊക്കെ കോളംസ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ടത്, അത് മെൻഷൻ ചെയ്യാം. എന്താ, എനിക്ക് ഫസ്റ്റ് നെയിമും പിന്നെന്താ ഡിപ്പാർട്ട്മെന്റ് നെയിംസും ആണ് വേണ്ടത്. ആ കോളം ഡിപ്പാർട്ട്മെന്റ്സിൽ ഡിപ്പാർട്ട്മെന്റ് നെയിമിന്റെ കോളം നെയിം എന്താ? ഡിപ്പാർട്ട്മെന്റ് നെയിം എന്നാണ്. അപ്പൊ ആ കോളം മെൻഷൻ ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് നെയിം ഫ്രം ഫസ്റ്റ് ടേബിൾ മെൻഷൻ ചെയ്യാം, എംപ്ലോയീസ്. അപ്പോ സെലക്ട് ഫസ്റ്റ് നെയിം ഡിപ്പാർട്ട്മെന്റ് നെയിം ഫ്രം എംപ്ലോയീസ്. അതിൽ ഫസ്റ്റ് നെയിം മാത്രമാണ് എംപ്ലോയി ടേബിളിൽ ഉള്ളത്. ഡിപ്പാർട്ട്മെന്റ് നെയിം എവിടെയാ? ഡിപ്പാർട്ട്മെന്റ് ടേബിളിലാണ്. സോ അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് നെയിം ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ എംപ്ലോയി ടേബിളിനെ ഡിപ്പാർട്ട്മെന്റ് ടേബിളുമായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ടേബിൾ നെയിം മെൻഷൻ ചെയ്തതിന് ശേഷം ജോയിൻ കീവേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഈ എംപ്ലോയി ടേബിളിനെ നമ്മൾ ഏത് ടേബിളുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്? ആ സെക്കൻഡ് ടേബിൾ ഇവിടെ മെൻഷൻ ചെയ്യുക, ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദ സെക്കൻഡ് ടേബിൾ യൂസ് ഓൺ കീവേഡ്. ഫോളോഡ് ബൈ ദ ഓൺ കീവേഡ് യു നീഡ് ടു മെൻഷൻ ദ ജോയിനിങ് കണ്ടീഷൻ. അതായത് ഈ രണ്ട് ടേബിൾസിനെയും ജോയിൻ ചെയ്യാനുള്ള ജോയിനിങ് കണ്ടീഷനാണ് നമ്മൾ ഓൺ കീവേഡിന് ശേഷം എഴുതേണ്ടത്. ബേസ്ഡ് ഓൺ ദാറ്റ് കണ്ടീഷൻ വി നീഡ് ടു ജോയിൻ ദീസ് 2 ടേബിൾസ്. അപ്പൊ ഓണിന് ശേഷം നമ്മൾ ജോയിനിങ് കണ്ടീഷൻ ആണ് മെൻഷൻ ചെയ്യേണ്ടത്. അതായത് ജോയിനിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ടേബിളിനെയും ജോയിൻ ചെയ്യാനുള്ള കോമൺ കോളം ആണ് മെൻഷൻ ചെയ്യേണ്ടത്. കോമൺ കോളം ഏതാ? ഡിപ്പാർട്ട്മെന്റ് ID. സോ അതെങ്ങനെയാ മെൻഷൻ ചെയ്യുന്നത് നോക്കാം. എംപ്ലോയീസ് ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ID. എംപ്ലോയി ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐഡിയും നമുക്ക് നെക്സ്റ്റ് ലൈനിൽ എഴുതാം. ഓൺ എംപ്ലോയീസ് ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ID ഈക്വൽ ടു ഡിപ്പാർട്ട്മെന്റ് ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ID. എംപ്ലോയി ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐഡിയും ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐഡിയും ഈക്വൽ ആണെങ്കിൽ ആ റോസിലെ എല്ലാം ഡേറ്റ ഫിറ്റ് ചെയ്യുക. റോസിലെ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഡേറ്റ, ഫസ്റ്റ് നെയിമും ഡിപ്പാർട്ട്മെന്റ് നെയിമും. സോ ഈ രണ്ട് ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന കോളം ഡിപ്പാർട്ട്മെന്റ് ID ആണ്. സോ എംപ്ലോയി ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐഡിയും ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐഡിയും ഈക്വൽ ആണെങ്കിൽ ആ റോസ് ഫിറ്റ് ചെയ്യുക. അതിൽ നമുക്ക് വേണ്ട ഫസ്റ്റ് നെയിമും ഡിപ്പാർട്ട്മെന്റ് നെയിമും എടുക്കുക. ഓക്കെ, സോ ഇവിടെ എന്തിനാണ് എംപ്ലോയീസ് ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ID ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ID എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്?
ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറയുന്നത് എംപ്ലോയി ടേബിളിന്റെയും ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഡിപ്പാർട്ട്മെന്റ് ടേബിളിന്റെയും ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഡോട്ട് യൂസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. എംപ്ലോയീസ് ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ ദിസ് എംപ്ലോയി ഐ ഡി is ഫ്രം എംപ്ലോയി ടേബിൾ. ഓക്കെ, സോ ദിസ് ഈസ് ദിസ് കോഡ്. നമുക്ക് ഈ എംപ്ലോയി ടേബിളും ഡിപ്പാർട്ട്മെന്റ് ടേബിളും ജോയിൻ ചെയ്യാനുള്ള ക്വറി ഇതാണ്. ക്ലിയർ അല്ലേ? അതായത് സെലക്ട്, നമുക്ക് വേണ്ട കോളംസ് മെൻഷൻ ചെയ്യുക, ദെൻ ഫ്രം ഫസ്റ്റ് ടേബിൾ നെയിം ജോയിൻ കീവേഡ്, സെക്കൻഡ് ടേബിൾ ദെൻ ഓൺ കീവേഡ് ഫോളോഡ് ബൈ ദ ജോയിനിങ് കണ്ടീഷൻ. ജോയിനിങ് കണ്ടീഷനിൽ മെൻഷൻ ചെയ്യേണ്ടത് ആ രണ്ട് ടേബിളിലെയും കോമൺ കോളമാണ്. ഓക്കെ, ദെൻ നമുക്കൊന്ന് റൺ ചെയ്യാം ക്വറി. സി, എംപ്ലോയി ടേബിളിൽ നിന്ന് ഫസ്റ്റ് നെയിമും ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് നെയിമും ഓരോ എംപ്ലോയിയുടെയും കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് നെയിം നമുക്ക് ഫിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ഹൗ വി യൂസ് ജോയിൻസ് ഇൻ SQL. സോ ഇതുപോലെ എത്ര ടേബിൾ വേണമെങ്കിലും, അത് കോമൺ ആയിട്ട് ഒരു കോളം അവരെ കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എത്ര ടേബിൾസ് വേണമെങ്കിലും ജോയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. Now we can discuss some SQL interview tips. The first and most important tip is basic strong ആയിരിക്കണം. Because interviewers always start from select, where and order by. So make sure you can write this without thinking. For example, fetch employees from IT department, like that. So simple queries ആണ് first impression decide ചെയ്യുന്നത്. And second tip is aggregate functions are very important and also group by. And they will ask the difference between were clause and having clause. And the main important thing is joins. Most interviewers will definitely ask joins, combine customer and order data. Okay, so that's So very important mistake is don't memorize SQL queries. So instead, understand logic because interviewers may change questions slightly. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ you can solve any variation. Okay. So when solving SQL questions in interview, speak your thought process. Even if query is partially correct, thinking clarity gives extra mark. നിങ്ങൾക്ക് ലോജിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ മാർക്ക് തരും. ഓക്കെ, സോ ആൻഡ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഡെയിലി. ഓക്കെ, SQL is easy if you practice consistently. Thank you everyone for staying with this SQL crash course till the end. നമ്മൾ തുടങ്ങിയത് സീറോ നോളജിലായിരുന്നു and now you have learned real SQL fundamentals. Now you should understand one important thing. SQL എന്ന് പറയുന്നത് it's not just a theory. It is used in real companies every single day. So now next step is very important. Don't stop here. SQL queries daily practice ചെയ്യാം. Try to writing your own queries and try to breaking queries and fixing errors. Because SQL is a skill you learn only by practice. So thanks for watching this SQL crash course.